ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെകുത്താൻ്റെ പേജിൽ ആറാട്ടണൻ്റെ വീടിൻ്റെ അവിടെ വെച്ചിട്ട് അഭിലാഷ് ആട്ടയും ചെകുത്താനും തമ്മിൽ എന്തോ ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു ആളുടെ പേജിൽ. ശരിക്കും അതെന്തായിരുന്നു ഒരു ഇഷ്യൂ? അതിൽ വേറൊന്നുമല്ല, അതൊരു വഴക്കല്ല അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വഴക്കായിട്ട് എല്ലാവർക്കും തോന്നി. ആ വഴക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സൗഹൃദമായിട്ടാണ് പോയത്. അത് അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. കാരണം ചെകുത്താൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. ഇഷ്യൂ എന്തായിരുന്നു? ഇഷ്യൂ എന്താണെന്നുള്ള പറയാം. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാനതിൽ യോജിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമുക്കോയക്കാടെ മകൻ നിസാർ മാമുക്കോയ, അദ്ദേഹം 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, അഭിലാഷേ നമുക്ക് ആറാട്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണം. നമ്മുടെ സാബു ഇല്ലേ, തരികട സാബു, പുള്ളി ആറാട്ടറിനെ തല്ലും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നല്ലോ. തല്ലുന്നല്ല, തല്ല് കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെയൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോൾ തല്ല് കൊടുക്കണമെന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഇട്ടു. പക്ഷെ അത് സാബുച്ചേട്ടനെ എങ്ങനെയാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ ആരെങ്കിലും പറയിപ്പിച്ചാണെന്നും നമുക്കറിയില്ല, സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷേ സാബുച്ചേട്ടൻ പറയുമ്പോൾ നമുക്ക് ശരിക്കും വിഷമമായി. കാരണം തരികിട എന്നൊരു പരിപാടിയിലൂടെ വന്ന ആളാണല്ലോ സാബുച്ചേട്ടൻ. തരികിട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലൂടെ വന്ന ആളാണ് സാബുച്ചേട്ടൻ. അപ്പോൾ സാബുച്ചേട്ടൻ പറയുമ്പോൾ തരികിട എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ ഒരുപാട് പേര് ഒരു കയ്യേറ്റം നടത്തുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ. അത് മാത്രമല്ല ബമ്പർ ചിരിയിൽ പുള്ളി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്താ പല കോമഡി കാര്യങ്ങളും കണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യമുണ്ട്, ആറാട്ടെണ്ണം നന്ദിച്ചേട്ടന് കൈ കൊടുക്കണമെങ്കിൽ പുള്ളിക്ക് ഒരു പണക്കമില്ല. ആറാട്ടെണ്ണം വിളിക്കുകയും ചെയ്തു നന്ദിച്ചേട്ടനെ, ഒരു കുഴപ്പമില്ലാത്ത, കാരണം ഇവർക്കൊക്കെ ഇഷ്ടമാണ് ആറാട്ടെണ്ണം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇതിനെ കുറിച്ചൊന്ന് പറയണമെന്ന് മാമുക്കോയക്കയുടെ മകൻ പറഞ്ഞു. തെറ്റല്ല, കാരണം മാമുക്കോയക്കയുടെ മകനും ഈ പറയുന്ന നമ്മുടെ ഇതില്ലേ തരികട സാബുച്ചേട്ടൻ കൂട്ടുകാരാണ്. അപ്പൊ ഒരിക്കലും ദോഷം വരുന്ന രീതിയിൽ പറയോ? ഇല്ല. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ പുള്ളീനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് 2 വാക്ക് പറയിപ്പിക്കണം, ഇത് പറഞ്ഞ് മോശമായി എന്നുള്ള രീതിയിൽ പ്രതികരിക്കണം. നിസാർക്ക എന്ന് പറയുന്നത് നല്ല മനുഷ്യനാണ്. അതിലുപരി നമ്മുടെ മാമുക്കോയക്ക, അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, നമ്മുടെ കൂടെ ഇല്ല, മൺമറിഞ്ഞു പോയെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണ് മാമുക്കോയക്ക. അദ്ദേഹത്തിന്റെ മകനെന്ന് റെസ്പെക്ട് ചെയ്യാൻ കൊടുത്താണ് അദ്ദേഹത്തിന്റെ കൂടെ ചെന്ന്. അതും ഞാൻ അങ്ങോട്ടല്ല പോയത്. രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആറാട്ടനെ എന്ന് വിളിച്ച് പറയാമെന്ന്. ഇപ്പോൾ ആറാട്ടൻ രാവിലെ വിളിച്ച് ആറാട്ടൻ പറഞ്ഞു, ആ കുഴപ്പമില്ല അഭിലാഷേ, അവർ വരട്ടെ, നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറയും. ഉച്ചയാകുമ്പോഴത്തേക്കാണ് ആവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഉച്ചയാകുമ്പോഴത്തേക്ക് റെഡി അല്ലേ എന്ന് പറയും. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും വിളിച്ചു ബ്രൈറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ആറാട്ടനെ വന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണെന്ന് ചോദിച്ചു. ഞാനത് വല്ല കുറേ പൈസ ആയിരിക്കും, 3000 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് എടാ 3000 രൂപ ആറാട്ടറിന് ആവശ്യമില്ല, ആറാട്ടറിനെ ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണ്, 3000 രൂപ ആറാട്ടറിന് വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുള്ളതെന്ന് പറഞ്ഞു. പ്രൊമോഷൻ ചേട്ടാ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പം ആര് പറഞ്ഞിട്ടാണെന്നും പുള്ളി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എടാ എന്നാൽ അവരോട് ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ തമാശയായിട്ട് പറഞ്ഞാണ് ബ്രൈറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വന്ന വഴിക്ക് നിസാർക്ക ആറാട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ പുറകെ ഞാനും പെരേരയും മാഹിൻമോറ്റയും ഉണ്ടായിരുന്നു. മാഹിൻമോറ്റയും പെരേരയും ഞാനാണ് കൂടി നേരെ ആ വണ്ടി കയറി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ബ്രൈറ്റിനെ മാറ്റി നിർത്തി പറഞ്ഞു പൈസ ഇല്ലാണ്ട് ഇന്റർവ്യൂ നടക്കൂല. പക്ഷെ ആറാട്ടന് ഒരു കുഴപ്പമില്ല. ബ്രൈറ്റ് ആറാട്ടണന്റെ മാനേജരാന്ന് പറഞ്ഞാണ് കൂടിയത്, മാനേജർ. അപ്പം ആറാട്ടൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വീഡിയോ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ആറാട്ടന് അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളി നല്ലൊരു മനുഷ്യനാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളി വീഡിയോ ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പോൾ പുള്ളി ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ബ്രൈറ്റ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കി, നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് വിളിച്ചു വരുത്തി, നമ്മുടെ ചെകുത്താനെ വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ചെകുത്താൻ വന്നപ്പോൾ തന്നെ എന്നൊരു വീഡിയോ പിടിച്ചുകൊണ്ടാണ് വന്നത്. വീഡിയോ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഊടുപാട് പ്രശ്നമായി. വീഡിയോ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഊടുപാട് വഴക്കായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനും എന്നെയും പറഞ്ഞു നീ ഇവിടെ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഇയാളുടെ വകയൊന്നുമല്ല, ഇത് ആറാട്ടൻ്റെ വീട്, ആറാട്ടൻ പറഞ്ഞാൽ വരില്ല, ഞാനിവിടെ വരാറ് പോലും ഇല്ല, എനിക്ക് എൻ്റെ ആവശ്യം. അപ്പോൾ നീയാണോ വിളിച്ചുകൊണ്ട് വന്നത്? ഞാൻ വിളിച്ചുകൊണ്ട് വന്നില്ല, മാമുക്കോയക്കടെ മോൻ നേരിട്ട് വന്നാണ്. അപ്പോൾ പൈസ കൊടുക്കണമായിരുന്നു, എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പുള്ളി നേരെ കയറ്റിയിട്ടു. പക്ഷേ ചെകുത്താനെ നമുക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ ചെകുത്താനെ അന്നേരം ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തോ ആയിക്കോട്ടെ, ഒരു പ്രൊമോഷനായിട്ടൊരു ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ ഒക്കെ പേയ്മെൻറ്റ് ചോദിക്കാം. ഇത് മഹാനായ നടൻ്റെ എന്തെങ്കിലും ആയിട്ട് 2 മിനിറ്റ് സംസാരിക്കണം എന്തെങ്കിലും എടുത്തിട്ട് അവർ പോട്ടേന്ന് വയ്ക്കാം. ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു. ആ ഒരു വഴക്കാണ് നിങ്ങൾ കണ്ടത്. ഇപ്പം നിലവിൽ എന്താണ്? ഇപ്പം കുഴപ്പമൊന്നുമില്ല, അത് അന്നേരത്തെ ഒരു സംഭവമാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആറാട്ടന് എങ്ങനെയാണ് പോണേ, പുള്ളി ഇപ്പോൾ മാനേജർ ഉണ്ടോയെന്ന് അറിയില്ല. ബ്രൈറ്റ് ആയിരുന്നു മാനേജർ എന്ന് വെച്ചാൽ ഇപ്പോൾ സൗഹൃദം ഉണ്ടോയെന്ന് പോലും അറിയില്ല. പക്ഷെ മാനേജർ വെക്കുന്നതിനേക്കാളും ആറാട്ടന് ഒറ്റയ്ക്ക് പോകണതാണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കുള്ള റീച്ച് കുറയും. റീച്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പുള്ളിയുടെ എന്തെങ്കിലും വർക്കിനോ എന്തെങ്കിലും ആൾക്കാർ വിളിക്കാൻ വരുന്നവർ കുറയും. മാനേജർ ഉണ്ട് അതുണ്ടെന്നൊക്കെ പറയുമ്പോൾ കുറയില്ലേ. പിന്നെ വനിതാ തിയേറ്ററിൽ പുള്ളി വരുന്നില്ല എന്ന് പറയുന്നത് പൊട്ട മണ്ടത്തരാണ്. കാരണം വനിതാ തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് 10 പേര് അണ്ണനെ വിളിക്കുള്ളൂ, അല്ലേ? അവിടെ വന്നാലും അണ്ണന് റീച്ച് ഉണ്ടാവുമല്ലോ. സ്വന്തം ചാനലിൽ ചെയ്താലും 10 പേര് അണ്ണനെ തെറി വിളിക്കുന്ന ഒരാൾക്കാർ കാണാം. അതിൽ വലിയ കാര്യമുണ്ട്. ലോകം മൊത്തം കാണണമെങ്കിൽ
സിനിമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അണ്ണം വനിതാ തിയേറ്ററിൽ വന്നം അവിടെ ആരും തടയൊന്നുമില്ല. അവിടെ വന്ന് മാന്യമായി സിനിമ കണ്ട് റിവ്യൂ പറഞ്ഞ് അണ്ണന് പോകണം. കാരണം ആരെയും കൂടെ മാനേരാണ് ഇതാണെന്ന് കൊണ്ടെടുത്തൊരു കാര്യമില്ല. ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ബ്രൈറ്റായിട്ടും ചെറുത്താനായിട്ട് കൂട്ടുകൂടാം, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമായിരിക്കണം. മാനേരാക്കൊന്നും തോന്നിയില്ല. പക്ഷെ നിങ്ങൾ തീരുമാനിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. അതിൻ്റെ പ്രശ്നമാണ് അവിടെ നടന്നത്. കാരണം എന്നെ പറഞ്ഞതിന് മറുപടി ഞാൻ കൊടുത്തു. ചെറുത്താൻ എന്നെ എന്ത് പറഞ്ഞു അതിന് തിരിച്ച് മറുപടി ഞാൻ കൊടുത്തു. ആ ചെറുത്താൻ എന്നല്ല ആരാണെങ്കിലും നമ്മൾ മറുപടി കൊടുക്കട്ടെ, അത് വേറെ കേസ്. കാരണം എനിക്ക് ന്യായമായിട്ട് തോന്നുന്നു നിസാർ മാമുക്കോയെ അവിടെ അപമാനിച്ച പോലെ എനിക്ക് തോന്നി. ആ വ്യക്തിയെ അപമാനിച്ച കാരണം പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. അത് ഞാൻ തുറന്നു പറഞ്ഞു. അതിപ്പോൾ എൻ്റെ കൂട്ടുകാരനാണെങ്കിലും ഞാൻ പറയും. ഇപ്പോൾ ആദർശ് ഞാൻ കൂട്ടുകാരാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറയും അല്ലേ, ആദർശന്റെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷെ ഒരു ഇതായിട്ട് തെറ്റായിട്ട് തോന്നിയാൽ ആദർശനോട് പറയും. അതെന്തുകൊണ്ടാ? ന്യായത്തിന്റെ ഭാഗത്ത് നമ്മൾ നിൽക്കുള്ളൂ. അല്ലാണ്ട് ചെകുത്താനോട് പിണക്കം ഉണ്ടായിട്ടൊന്നുമല്ല, ബ്രൈറ്റിനോട് പിണക്കം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ പറഞ്ഞു. എന്തായാലും പ്രശ്നമൊക്കെ തീർന്നു. ചെകുത്താൻ നമ്മുടെ നല്ലൊരു സുഹൃത്ത് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇത് നിസാർക്കാടെ ഒരുമ്പട്ടവൻ, സിനിമയുടെ പേര് ഒരുമ്പട്ടവൻ എന്നാണ്. അതിപ്പോൾ ജനുവരി 3-ാം തീയതി 2-ാം തീയതിയാണോ തിയേറ്ററിൽ റിലീസാണ്. അപ്പം നല്ലൊരു സിനിമയാണ്. ഇന്ദ്രൻസ് ജാഫ്രിക്കൊക്കെ ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് ഇപ്പോൾ നിസാർക്ക്. അതിൽ ആശംസകൾ ഈ സമയത്ത് നിസാർക്കൊക്കെ നൽകുന്നു. മാമുക്കോയുടെ ഒരു മകനായിട്ട് വളർന്നു വരട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ചെകുത്താനെ എനിക്ക് നിങ്ങളോട് ഒരു പിണക്കമില്ല. അന്നേരം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞു.